ഒരു ദിവസം ആകാശത്ത് ഒരു വിമാനം ഒരു സൂചന പോലും തരാതെ അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ ഈ വലിയ ടെക്നോളജിയൊക്കെയുള്ള കാലത്ത് ഇതൊക്കെ നടക്കുമോ ഇന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുമല്ലേ? പക്ഷേ മലേഷ്യൻ എയർലൈൻസിൻ്റെ MH370 വിമാനത്തിന് സംഭവിച്ചത് അത് തന്നെയാണ്. 2014 മാർച്ച് 8 ഒരു സാധാരണ ദിവസമല്ലായിരുന്നു. വ്യോമയാന ചരിത്രത്തിലെ അതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു അത്. ഒരു വലിയ വിമാനം നൂറുകണക്കിന് ആളുകളുമായി ആകാശത്ത് നിന്ന് അപ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്, അല്ലേ? നമ്മുടെ യാത്രകളെ കുറിച്ചുള്ള പല ചിന്തകളെയും ഈ സംഭവം മാറ്റിമറിച്ചു. ശരിക്കും ആളുകൾക്ക് ഈ വിമാനയാത്രയെക്കുറിച്ച് ഒരു തരം പേടി പോലും വന്നു തുടങ്ങി. ആകാശത്ത് നമ്മൾ എത്ര സംരക്ഷിതരാണെന്ന് പലരും വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. ഈ സംഭവം ലോകമെമ്പാടുമുള്ള വാർത്താ ചാനലുകളിലും ചർച്ചകളിലും നിറഞ്ഞു നിന്നു. ആളുകൾ ശ്വാസമടക്കിപ്പിടിച്ച് ഓരോ പുതിയ വിവരത്തിനും കാതോർത്തു. മലേഷ്യൻ എയർലൈൻസിൻ്റെ വലിയ ബോയിങ് 777 വിമാനം നമ്മുടെ MH370 കോലാലംപൂരിൽ നിന്ന് ചൈനയിലെ ബീജിങ്ങിലേക്ക് പോവുകയായിരുന്നു. 239 പേരുണ്ടായിരുന്നു അതിൽ. യാത്രക്കാരും ജോലിക്കാരും എല്ലാം കൂടി ചൈനീസ് മലേഷ്യൻ പൗരന്മാരായിരുന്നു അധികവും. അവരിൽ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നവരുണ്ടായിരുന്നു, ബിസിനസ് യാത്ര ചെയ്യുന്നവരുണ്ടായിരുന്നു, പ്രിയപ്പെട്ടവരെ കാണാൻ പോകുന്നവരുണ്ടായിരുന്നു. കുട്ടികളും മുതിർന്നവരും കുടുംബങ്ങളും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുമൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു ആ വിമാനത്തിൽ. എല്ലാ സാധാരണ പോലെ യാത്രി 12:41 ടേക്ക് ഓഫ് ചെയ്തു. പിറ്റേന്ന് രാവിലെ 6:30 എത്തേണ്ടിയിരുന്ന പൈലറ്റ് ഫരീഖ് ഹാമിദ് അവസാനം പറഞ്ഞത് ഗുഡ് നൈറ്റ്. മലേഷ്യൻ 370 എന്നാണ്. അത്ര സാധാരണമായ ഒരു വാക്ക്. ഒരു യാത്ര പറച്ചിൽ പോലെ വ്യോമയാനത്തിൽ ഇതൊരു സാധാരണ നടപടിക്രമമാണ്. അടുത്ത എയർ ട്രാഫിക് കൺട്രോളിന് കൈമാറും മുമ്പുള്ള അവസാനത്തെ സംഭാഷണം. ആ നിമിഷം ആരും അറിഞ്ഞില്ല. ഈ സാധാരണ വാക്കുകൾ ഒരു വലിയ രഹസ്യത്തിൻ്റെ ദശാബ്ദത്തോളം നീണ്ട ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ തുടക്കമാണെന്ന്. അത് കഴിഞ്ഞ ഉടനെ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ വിമാനം എയർ ട്രാഫിക് കൺട്രോളിൻ്റെ റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി. ഒന്ന് കണ്ണടച്ച് തുറക്കും മുമ്പേ എല്ലാം മാഞ്ഞു പോയ പോലെ സാധാരണ വിമാനങ്ങൾ എപ്പോഴും എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അവരുടെ സ്ഥാനം, ഉയരം, വേഗത എന്നിവയെല്ലാം റഡാറിൽ വ്യക്തമായി കാണാം. എന്നാൽ MH370 പെട്ടെന്ന് ഒരു പ്രേത വിമാനം പോലെയായി. ഒരു സന്ദേശവുമില്ല, ഒരു സിഗ്നലുമില്ല. വിമാനത്തിലെ വിനിമയങ്ങൾ എല്ലാം ട്രാൻസ്പെറൻറ്റ്. അത് വിമാനത്തിൻ്റെ വിവരങ്ങൾ എയർ ട്രാഫിക്കിന് കൊടുക്കുന്നതാണ്. അക്കാസ് വിമാനത്തിലെ പ്രശ്നങ്ങളും വിവരങ്ങളും ഓട്ടോമാറ്റിക്കായി അയക്കുന്ന സിസ്റ്റം ഒക്കെ മനഃപൂർവ്വം ഓഫാക്കിയതാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. അതൊക്കെ ഓഫ് ആവണമെങ്കിൽ എന്തോ വലിയ കാര്യം നടന്നിട്ടുണ്ടാകണമല്ലേ? ഒരു സാധാരണ സാങ്കേതിക തകരാറാണെങ്കിൽ ഈ രണ്ട് സിസ്റ്റങ്ങളും ഒരുമിച്ച് ഓഫാകില്ല. ഒന്നെങ്കിൽ എന്തെങ്കിലും വലിയ അപകടം സംഭവിച്ചിരിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതായിരിക്കണം.
അതിൻ്റെ റൂട്ടിൽ നിന്ന് മാറി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പോവുകയായിരുന്നു വിമാനം. സൈനിക റഡാറുകൾക്ക് 1 മണിക്കൂറോളം ഇതിൻ്റെ പിന്തുടരാൻ പറ്റി. പക്ഷേ അവർക്കും വിമാനവുമായി ഒരു ബന്ധവും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. വിമാനം എങ്ങോട്ടെങ്കിലും പോകുന്നതെന്നോ എന്താണ് സംഭവിക്കുന്നതെന്നോ സൈനികർക്ക് മനസ്സിലായില്ല. അവർക്ക് ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. പിന്നെ ഒരു തുമ്പും കിട്ടാതെ അപ്രത്യക്ഷമായി പോയി. ആകാശത്തിലെ ആ കൂറ്റൻ പക്ഷി ഇരുട്ടിലേക്ക് മാഞ്ഞുപോയ പോലെ ലോകം മുഴുവൻ ഞെട്ടിപ്പോയി. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാശ് ചിലവഴിച്ച ഒരു തിരച്ചിൽ തുടങ്ങി. ഒരു വൻ ദുരന്തത്തിൻ്റെ സൂചനയായിരുന്നു. ലോകം മുഴുവൻ ഈ വിമാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. തിരച്ചിൽ വിജയകരമാക്കാൻ കാത്തിരുന്നു. കോടാനുകോടി ഡോളറുകൾ ഇതിനായി ചിലവഴിച്ചു. ഒരുപാട് രാജ്യങ്ങൾ ഒപ്പം കൂടി. അമേരിക്ക, ഓസ്ട്രേലിയ, ചൈന, വിയറ്റ്നാം, മലേഷ്യ തുടങ്ങിയ വൻ ശക്തികൾ വരെ അവരുടെ കപ്പലുകളും വിമാനങ്ങളും പ്രത്യേക ടീമുകളെയും അയച്ചു തിരച്ചിലിൻ്റെ ഭാഗമായി. ഇന്ത്യൻ മഹാസമുദ്രം മുഴുവൻ മാസങ്ങളോളം അരിച്ചു പെറുക്കി നോക്കി. അതൊരു സൂചി കടലിൽ കളഞ്ഞിട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്ന പോലെയായിരുന്നു. കടലിൻ്റെ അടിത്തട്ടിൽ പോലും സോണാർ സ്കാനുകളുടെ റിമോട്ട് കൺട്രോൾ ചെയ്ത് മുങ്ങിക്കപ്പലുകൾ AUVS ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി. ഈ തിരച്ചിൽ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ കടൽ ഭാഗങ്ങളിലൂടെയായിരുന്നു. വിമാനത്തിൽ നിന്ന് കിട്ടിയ ചില ദുർബലമായ ഉപഗ്രഹ സിഗ്നലുകൾ വെച്ച് 7th ആർക്ക് എന്നൊരു വിദൂര സ്ഥലം കണ്ടെത്തി. എന്താന്ന് വെച്ചാൽ വിമാനത്തിലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിമാനം പറക്കുമ്പോൾ ഇൻമാർസാറ്റ് ഉപഗ്രഹങ്ങളിലേക്ക് അയച്ച ചില മെസ്സേജുകളാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ സിഗ്നലുകൾ വിമാനം എവിടെയാണെന്ന് കൃത്യമായി കാണിക്കില്ലെങ്കിലും അത് ഏകദേശം എവിടെയായിരിക്കുമെന്ന് ഒരു സാധ്യത നൽകി. പക്ഷേ വിമാനത്തിൻ്റെ പ്രധാന ഭാഗങ്ങളോ യാത്രക്കാരുടെ സംഭാഷണങ്ങളും വിവരങ്ങളും രേഖപ്പെടുത്തുന്ന ബ്ലാക്ക് ബോക്സ്, കോക്പിറ്റ് വോയിസ് റെക്കോർഡ്, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്നിവ ചേർന്നതാണിത്. ഇത് കിട്ടിയിരുന്നെങ്കിൽ അവസാന നിമിഷങ്ങളിലെ ശബ്ദങ്ങളും സാങ്കേതിക വിവരങ്ങളും മനസ്സിലാക്കാമായിരുന്നു. ഒന്നും കിട്ടിയില്ല. വർഷങ്ങൾക്കു ശേഷം ആഫ്രിക്കൻ രാജ്യങ്ങളെ ആയിട്ടുള്ള മൊസാംബിക്, ടാൻസാനിയ, മഡഗാസ്കർ എന്നിവിടങ്ങളിലെ തീരങ്ങൾ ചില ചെറിയ ഭാഗങ്ങൾ ഒഴുകിയെത്ത് അത് MH370 വിമാനത്തിൻ്റെതാണെന്ന് ഉറപ്പായിരുന്നു. വിമാനത്തിൻ്റെ ചിറകിൻ്റെ ഭാഗമായ ഫ്ലൈപ്പറോൺ അടക്കമുള്ള ഈ അവശിഷ്ടങ്ങൾ വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എവിടെയോ തകർന്നു എന്നതിന് ഏകദേശം സ്ഥിരണം നൽകി. പക്ഷേ ആ ചെറിയ ഭാഗങ്ങൾ പോലും വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഒരു പൂർണ്ണമായ ഉത്തരമായില്ലല്ലോ. കാണാതായ 239 പേർക്ക് എന്തു സംഭവിച്ചു എന്ന് ആർക്കും പറയാൻ കഴിഞ്ഞില്ല. അവരുടെ കുടുംബങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഉത്തരം കിട്ടാതെ. പക്ഷേ MH370 കാണാതായതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും ഒരു വലിയ രഹസ്യമായി തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് വിദഗ്ധരും അന്വേഷകരും രാപ്പകലില്ലാതെ ജോലി ചെയ്തിട്ടും ഒരു തുമ്പും കിട്ടാത്ത അവസ്ഥ. ചിലർ പറയുന്നു സാങ്കേതിക തകരാറാണെന്ന്. ഒരു വലിയ യന്ത്രത്തിൽ സംഭവിച്ച പെട്ടെന്നുള്ളതും വലിയതുമായ തകരാറുകൾ. ഉദാഹരണത്തിന് വിമാനത്തിൽ തീപിടുത്തമുണ്ടായി. അത് നിയന്ത്രിതമായി മാറിയതാവാം, അല്ലെങ്കിൽ വൈദ്യുത സംവിധാനങ്ങൾ പൂർണ്ണമായും അടിഞ്ഞതാകും. ചിലർ പൈലറ്റിൻ്റെ ആത്മഹത്യയാവാമെന്ന് വിമാനം മനഃപൂർവ്വം അപകടങ്ങളിലേക്ക് നയിച്ചതാവാം എന്നിവയെല്ലാം പറയുന്നുണ്ട്. ആശയവിനിമയ സംവിധാനങ്ങൾ ഓഫാക്കിയതും സാധാരണ റൂട്ടിൽ നിന്ന് മാറി പറന്നതും ഈ സിദ്ധാന്തത്തിന് ബലം നൽകുന്നു. വിമാനം ഒരു ജോസ്ഫൈ ഫ്ലൈറ്റ് ആയി അതിൽ ആളുകളൊന്നും അറിയാതെ ഒരുപാട് ദൂരം പറന്ന് ഒടുവിൽ ഇന്ധനം തീർന്ന് കടലിൽ പതിച്ചതാവാം എന്നും പലരും വിശ്വസിക്കുന്നു.
തീവ്രവാദികൾ തട്ടിക്കൊണ്ടു പോയതാണോ അതോ വിമാനത്തിന് തീ പിടിച്ചതാണോ എന്നൊക്കെ ഒരുപാട് കഥകളുണ്ട്. ഓരോ ദിവസവും ഓരോ പുതിയ സാധ്യതകൾ. ചിലപ്പോൾ വിമാനങ്ങൾ ഒരു സ്ഫോടനം നടന്നതാവാം എന്നും സംശയമുയർത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനും തെളിവില്ല. വിമാനത്തിലെ യാത്രക്കാരിൽ ആരെങ്കിലും അപകടകരമായ എന്തെങ്കിലും ചെയ്തതാവാം എന്ന സാധ്യതയും ചിലർ മുന്നോട്ട് വെച്ചു. പക്ഷേ ഒന്നിനും ശരിയായ തെളിവുകളുണ്ടായിരുന്നില്ല. വിമാനം എവിടെയെന്നോ അതിനെന്താ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. MH370 വിമാനം ആധുനിക വ്യോമയാന ലോകത്തിലെ ഏറ്റവും വലിയ ദുരൂഹതയായി ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യചിഹ്നമായി നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നു. ഒരുപക്ഷെ ഈ രഹസ്യം എന്നേക്കുമായി ഒരു ചുരുളയ്യാത്ത പുകമറയായി തുടർന്നേക്കാം. കാണാതായവരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോഴും ഒരു അന്ത്യം കിട്ടിയിട്ടില്ല. അവർ ഇപ്പോഴും പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുകയാണ്. ഈ സംഭവം വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കാരണമായി. പക്ഷേ MH370 എന്ന പേര് ഇന്നും ഒരു നിഗൂഢ ദുരൂഹതയുടെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യത്തിന് പ്രതീകമായി നിലനിൽക്കുന്നു.